ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എപ്പോഴും നമ്മളോട് ക്ഷേമം അന്വേഷിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ വീട്ടിലുള്ള അപ്പനും അമ്മയും സഹോദരങ്ങളും ബന്ധുക്കളൊക്കെ. ഇവരുടെ പ്രാധാന്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നാലാമത്തെ കൽപ്പനയായി നാം പഠിച്ച മാതാപിതാക്കളെ ബഹുമാനിക്കണം. ആ കൽപ്പനയിൽ തന്നെ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. ബഹുമാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മറന്നു പോകാൻ സാധ്യത ഉള്ള ചില കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് കാണാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ വളർന്നു വന്ന വഴി ഓർക്കുന്നത് വളരെ നല്ലതാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന അന്നു മുതൽ ഈ സമയം വരെ നമ്മളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ താങ്ങും തണലും സഹായവും ഒക്കെയായി പ്രവർത്തിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ്. ഈ മാതാപിതാക്കൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിധികളാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുന്നതിൻ്റെ നല്ല തെളിവുകൾ നമുക്ക് കാണാം. ഒരു കൊച്ച് പിച്ച വെച്ച് പതിയെ നടന്ന് ഓടി ആദ്യമായി സ്കൂളിൽ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ 7ാം ക്ലാസ് വരെ വളർന്ന് പഠിച്ച് ആയിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എത്രമാത്രം സഹായങ്ങൾ ചെയ്തു തന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്ന് ഓർക്കണം. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇവരുടെ സ്ഥാനം വളരെ വലുതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൻ്റെ പല തട്ടുകളിൽ മാതാപിതാക്കളുടെ ഉപദേശങ്ങളും തീരുമാനങ്ങളും നമ്മളെ സ്വാധീനിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്യുന്ന, നമ്മളെ നയിക്കുന്നത് മാതാപിതാക്കളും അധ്യാപകരുമാണ്. കൂട്ടുകാരേക്കാൾ അപ്പുറം നമുക്ക് വിശ്വസിക്കാവുന്നത് നമ്മുടെ അപ്പനെയും അമ്മയുമാണ്, നമ്മുടെ അധ്യാപകരെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രായത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. ആ ബഹുമാനത്തിൻ്റെ ഏതെല്ലാം തലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ വളരെ ശക്തമായിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് മനസ്സിലാകുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, നമ്മളായിരിക്കുന്ന ഇടവകയിൽ ആയിരിക്കണം എന്നത് ദൈവനിയോഗമാണ്. ഇതായിരിക്കണം നമ്മുടെ അപ്പൻ, ഇതായിരിക്കണം നമ്മുടെ അമ്മ എന്നത് ദൈവനിയോഗമാണ്. ചില കുട്ടികളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഈ അപ്പൻ വേണ്ടായിരുന്നു, ഈ അമ്മ വേണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിലെ വലിയ പണമുള്ള ചേട്ടൻ അപ്പനായാൽ മതിയായിരുന്നു, അല്ലെ ഈ അമ്മ വേണ്ടായിരുന്നു, അപ്പുറത്തെ ആ സ്നേഹമുള്ള ചേച്ചിയെ, നല്ല ഡ്രസ്സ് ധരിച്ച് നടക്കുന്ന ആ ചേച്ചി മതിയായിരുന്നു അമ്മ എന്നൊക്കെ ചില കുട്ടികൾ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കുട്ടികളെ, നമ്മുടെ അപ്പൻ ഇതായിരിക്കണം, നമ്മുടെ അമ്മ ഇതായിരിക്കണം, നമ്മൾ ഈ വീട്ടിലായിരിക്കണം,
നമ്മൾ ഈ പ്രദേശത്തായിരിക്കണം എന്നതെല്ലാം ദൈവനിയോഗമാണ്. അതാണ് നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിക്കാൻ. ചില കുട്ടികളുണ്ട് മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതെ അപകടത്തിൽ ചെന്ന് പെടുന്നത്. നമുക്കങ്ങനെ ഇതിനെ കാണാം. ദീർഘകാലം ജീവിക്കുവാൻ അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കുക. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം, പുതിയ നിയമത്തിൽ ഈശോയും മാതാവും യവ്സേ പിതാവും അടങ്ങുന്ന തിരുക്കുടുംബം, ഹോളി ഫാമിലി. ഇംഗ്ലീഷിൽ കുടുംബത്തിന് ഫാമിലി എന്നാണല്ലോ പറയുന്നത്. ആ ഫാമിലി എന്നുള്ള വാക്കിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ, ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. അപ്പനെയും അമ്മയെയും നോക്കിക്കൊണ്ട് മക്കൾ പറയുന്ന ഇടം, അപ്പ അമ്മേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന ഇടമാണ് കുടുംബം. ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. ഈ സെൻറ്റൻസിലെ ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരങ്ങൾ എടുത്തെഴുതിയാൽ കിട്ടുന്ന വാക്കാണ് ഫാമിലി. നമ്മുടെ എല്ലാം വീട്ടിൽ തിരുക്കുടുംബത്തിൻ്റെ ചിത്രങ്ങളുണ്ട്. ആ തിരുക്കുടുംബത്തിൽ യവ്സേ പിതാവിൻ്റെയും മാതാവിൻ്റെയും ഇടയിലിരിക്കുന്ന ഉണ്ണീശോ. ഈശോയുടെ സ്ഥാനം നടുക്ക, അപ്പൻ്റെയും അമ്മയുടെയും നടുക്ക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മളുടെ സ്ഥാനം എവിടെയാണ്? നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മേനെയും വേണ്ട വിധത്തിൽ സ്നേഹിക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ? നാലാമത്തെ പ്രമാണം നമ്മുടെ നല്ല കുടുംബങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. മക്കളും മാതാപിതാക്കളും തമ്മിൽ നല്ല ബന്ധമുള്ള കുടുംബങ്ങളാണ് നല്ല ക്രൈസ്തവ കുടുംബങ്ങൾ. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ്. ഈ പ്രായത്തിൽ നമുക്ക് ചില അനുസരണക്കേടുകളൊക്കെ ഉണ്ടാവാം. നമ്മൾ കൂട്ടുകാരെ കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട്, അനുകരിക്കുന്നത് കൊണ്ടൊക്കെ ആണ് അങ്ങനെ സംഭവിക്കുന്നത്. അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നത് ഈ പ്രമാണം ആഗ്രഹിക്കുന്ന ഒന്നല്ല. മാതാപിതാക്കൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അനുഭവ പരിചയമുണ്ട്. ആയതിനാലാണ് അവർ പറയുന്നത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ അപകടം വരും, രാത്രിയിൽ ഒത്തിരി നേരം ഇരുന്ന് ടി വി കാണരുത്, മൊബൈലിൽ കളിക്കരുത്. അങ്ങനെ അവർ പറയുന്നത് അവരുടെ അനുഭവ പരിചയ കൂടുതൽ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രായത്തിൻ്റേതായ പ്രത്യേകത കൊണ്ട് നമ്മൾ അനുസരണക്കേട് കാണിച്ചാൽ ഭാവിയിൽ അതിന് ഒത്തിരി ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആയതിനാൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് മാതാപിതാക്കളെ ബഹുമാനിക്കാം. ആ ബഹുമാനം അനുസരണത്തിൻ്റെ ഭാഗമായിട്ട് വരട്ടെ. പുതിയ നിയമത്തിൽ ഈശോയുടെ മാതാപിതാക്കളുടെ ഒപ്പമുള്ള വളർച്ചയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സംപ്രീതിയിൽ വളർന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട്, മനുഷ്യർക്ക് പ്രിയപ്പെട്ട പ്രിയങ്കരനായിട്ടുള്ളൊരു വിദ്യാർത്ഥിയായിട്ട്. നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരാണ്. നമ്മൾ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, നമ്മൾ സാധാരണ സ്കൂളിൽ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അവിടെയെല്ലാം കൂട്ടുകാർക്കും അധ്യാപകർക്കും എല്ലാം പ്രിയങ്കരായിട്ട് നമ്മൾ വളരണം. പഠിക്കുന്ന കാര്യത്തിൽ, കളിക്കുന്ന കാര്യത്തിൽ, മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം മാതൃകാപരമായിട്ട് പെരുമാറണം. ഒപ്പം ദൈവത്തിന് ഇഷ്ടമുള്ള കുഞ്ഞായിട്ട് മാറുവാൻ നമുക്ക് പറ്റണം. ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളരുവാൻ നമുക്ക് പരിശ്രമിക്കണം. മക്കളുടെ കടമയുണ്ട് മാതാപിതാക്കളോട്. ഞാൻ പറഞ്ഞു, അവരോടുള്ള ബഹുമാനം അനുസരണത്തിലൂടെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുക, കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്.
ഈ ഭൂമി, ദൈവം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം അർഹിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുപോലെ തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്, മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയത് എന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, വൃദ്ധമന്ദിരങ്ങളും അനാഥാലയങ്ങളൊക്കെ വർദ്ധിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. നൊന്തുപെറ്റ അമ്മ, ആ അമ്മയെ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ മക്കളായ നമ്മളെ പരിരക്ഷിക്കണ്ടേ? നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്ക് വേണ്ടി എത്രയോ രാത്രി ഉറക്കളിച്ചിരുന്നതാണ് നമ്മുടെ അമ്മ. നമുക്കൊരു ചെറിയ പനി വരുമ്പോൾ, ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ അടുത്തിരുന്ന് സ്നേഹത്തോടെ നമ്മെ നോക്കിയ നമ്മുടെ അമ്മയും, നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി തന്ന നമ്മുടെ അപ്പനും ഒക്കെ നമ്മൾ ബഹുമാനിക്കണ്ടേ, അനുസരിക്കണ്ടേ? മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ അഹങ്കാരത്തിൻ്റെതായ ചില തലത്തിൽ നിന്നുകൊണ്ടാണ് ബഹുമാനിക്കാത്തത്. ചിലവരുണ്ട്, എനിക്കറിയാം എല്ലാ കാര്യവും, എന്നെ കൂടുതൽ ആരും ഉപദേശിക്കേണ്ട. അങ്ങനെയുള്ള ആളുകൾ അമിത ആത്മവിശ്വാസവും അഹങ്കാരവും, അങ്ങനെയുള്ള ചില കുട്ടികളൊക്കെയാണ് ചില അപകടങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത്. മാതാപിതാക്കളും മുതിർന്നവരൊക്കെ പറയുമ്പോൾ അനുസരിക്കാത്ത അമിത ആത്മവിശ്വാസം. രണ്ടാമത്തെ ചില ആളുകളുണ്ട്, അപകർഷബോധം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. അത് മാതാപിതാക്കൾ മക്കളും നന്നായിട്ട് തുറന്ന് സംസാരിക്കുന്ന അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന നല്ല കുടുംബങ്ങളിൽ ഈ അപകർഷബോധം കുറഞ്ഞു വരും. ഞാൻ നിങ്ങളോട് ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കുന്ന പാട്ടുകളും ആക്ഷൻ സോങ്ങുകളൊക്കെ നിങ്ങൾ വീട്ടിൽ പാടി കേൾപ്പിക്കണം. ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ നൽകും. അങ്ങനെ കുട്ടികളെ നല്ല കഴിവുള്ള അപകർഷബോധമില്ലാത്തവരായി നമുക്ക് മാറ്റാം. 3, നിരാശയുടെ അസൂയയുടെയൊക്കെ തലങ്ങളിൽ ജീവിക്കുന്ന ചില ആളുകൾ. മാതാപിതാക്കൾ മക്കളെ നല്ല രീതിയിൽ അവരുടെ കഴിവിനനുസരിച്ച് വളർത്തി വലുതാക്കുമ്പോൾ അവരിൽ അനാവശ്യമായിട്ടുള്ള നിരാശയൊക്കെ ഒഴിവാകും. നമ്മൾ മറ്റുള്ള കുട്ടികളുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. നമുക്ക് മറ്റുള്ളവരോട് അസൂയയും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. 4ാമത്തെ, പക്വമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. അവർ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, ബഹുമാനിക്കുന്ന, വളരെ നല്ല കുടുംബത്തിൽ നല്ല മാതൃകാപരമായി അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ നമ്മൾ കാണുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളതിൽ നമുക്ക് നല്ല ഉത്തരവാദിത്തമുള്ള കടമകൾ നിറവേറ്റുന്ന മക്കളായിട്ട് മാറാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് കാണാം. മക്കളായ നാം മാതാപിതാക്കളെ അനുസരിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം മക്കൾ വളർത്തുവാൻ അവർ തരുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ച് നമുക്ക് ജീവിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ജനിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തവരാണല്ലോ ഞങ്ങളുടെ മാതാപിതാക്കൾ. ഈ മാതാപിതാക്കളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുവാനും ആദരം കൊണ്ട് ബഹുമാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, ഇന്നു മുതൽ നല്ല അനുസരണയുള്ള, ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന കുഞ്ഞായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.